ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എല്ലാവരും ഹോളിൽ ഇരുന്ന് ചർച്ച ചെയ്യാവും. അപ്പോൾ അച്ഛൻ പറയും നന്ദയോട്, ടൂറ് പോകുന്നതൊക്കെ കൊള്ളാം, ഇനി ഇവരത്തിലെ പെണ്ണാണെന്നുള്ള ചിന്ത എപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഗൗതം പറയും, അച്ഛാ, ഈ വീട്ടിലെ മാനം കാക്കുന്ന ജോലി പെണ്ണുങ്ങൾക്ക് മാത്രം പോരാ, അത് ഈ വീട്ടിലെ പുരുഷന്മാർക്കും ഉണ്ടാവണമെന്ന് പറയും. അപ്പം അച്ഛൻ പറയും, അതെ അതെ പറയും. എന്നിട്ടാണല്ലോ അവിടെ അടുത്തുള്ള ബാറിൽ ഞാൻ അച്ഛനെയും ചെറിയച്ഛനെയും ഒക്കെ കാണുന്നത്. അത് അപ്പോൾ അച്ഛൻ ഒന്നും മുണ്ടില്ല. അപ്പം ലക്ഷ്മി പറയും, അതെ അതെ, അതൊരു പരിഹാരം വേണമെന്നൊക്കെ പറയും. പിന്നെ ഗൗതം നന്ദയെ വിളിച്ചിട്ടാണ്ട് പോകും. അപ്പം നന്ദ ഗൗതം സാറിനോട് പറയും, അച്ഛന് കൊടുത്ത മറുപടി അത് എനിക്ക് ഇഷ്ടപ്പെട്ടു പറയും. അപ്പോൾ ഗൗതം പറയും, അത് വേറെ ആർക്കും കൂടി ഒരു ഇഷ്ടപ്പെട്ടു, അത് ആർക്കാണെന്നറിയോ ചോദിക്കും. എനിക്കറിയാമെന്ന് നന്ദ പറയും. ലക്ഷ്മി അമ്മയ്ക്കല്ലേ പറയും. അപ്പം എല്ലാം അറിയാലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ പറയും. പിന്നെ ഗൗതം ചോദിക്കും, നാളെ നിനക്ക് പോകുമ്പോൾ എന്തൊക്കെ വേണ്ടത്, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ഗൗതം പറയും, ഇപ്പം മനസ്സിലായില്ലേ പിങ്കിക്ക് നിന്നോട് യാതൊരു ദേഷ്യവും ഇല്ല എന്നൊക്കെ. അപ്പോൾ നന്ദ പറയും, അത് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതം, ഓ മനസ്സിലായി. അപ്പോൾ നന്ദ പറയും, ട്യൂബ് ലൈറ്റ് ആണല്ലേ, സ്വിച്ച് ഇട്ടാലേ കത്തുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് നന്ദ പറയും, ഞാനേ 18 ആൺപിള്ളേരുടെ കൂടെ പോകുമ്പോൾ സാറിനൊരു ജലസിയൊക്കെ ഇല്ലേ ചോദിക്കും. അപ്പം ഇല്ല പറയും. സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷന്മാരെ കൂടെ പോകുമ്പോൾ യാതൊരു കുഴപ്പമില്ലേ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, ഇപ്പം എൻ്റെ മനസ്സിൽ നിൻ്റെ പഠിപ്പ് മാത്രമേ ഉള്ളൂ, നീ പഠിച്ച് നല്ല ഡോക്ടർ ആവണം, അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹമൊക്കെ പൂർത്തീകരിക്കണം എന്നൊക്കെയാണ് പറയും. എന്നിട്ട് ഗൗതം പറയും, എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറയും. അപ്പം നന്ദ ഗൗതത്തിൻ്റെ കൈ പിടിച്ചിട്ട്, എനിക്കും വിശ്വാസമാണ്, ഞാൻ പോകുന്നതിൽ ഗൗതം സാറിന് വിഷമമില്ലേ. പിന്നെ കാണിക്കുന്നത് നന്ദയുടെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് നോക്കുമ്പോൾ അയലേമ്മ ഡ്രസ്സൊന്നും കാണില്ല. അപ്പോൾ നന്ദ ചിന്തിക്കും, ആരാ ഇത് എടുത്തുകൊണ്ട് പോയത്? ചിലപ്പോൾ ലക്ഷ്മിയമ്മ രാധികാമ്മ ആയിരിക്കും, എന്തായാലും ഞാൻ രാധികാൻ്റിയോട് പോയി ഒന്ന് ചോദിക്കട്ടെ എന്ന് വെച്ചിട്ട് പോകാൻ നേരത്താവും നമ്മുടെ പിങ്കി അവിടെ നിൽക്കുന്നത് ഇവളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാവും. അപ്പോൾ പിങ്കി വിളിക്കും, നന്ദ, ഇതാ നിൻ്റെ ഡ്രസ്സ്, ഞാനിതൊക്കെ അയൺ ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്ദ ചോദിക്കും, ഞാൻ പോവാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ നിർബന്ധിച്ചു, ഇപ്പം അതാ എൻ്റെ തുണികൾ സ്വയം എടുത്ത് ഇസ്തിരിട്ട് കൊണ്ടുവന്നിരിക്കുക, 2 ദിവസത്തേക്ക് എന്നെ പറഞ്ഞു വിടാനുള്ള ധൃതി അല്ലേ എന്നൊക്കെ. അപ്പോൾ പിങ്കി മനസ്സിലിങ്ങനെ വെച്ചിരിക്കും, അതേടി 2 ദിവസം നീ ഒന്ന് മാറി നിന്ന ആ ദിവസം എനിക്ക് ഗൗതത്തിനുമായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാമെന്നൊക്കെ പറയും. അപ്പോൾ നന്ദ ചോദിക്കും, ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്നോടുള്ള ഈ ഒരു സ്നേഹം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ 2 ദിവസത്തെ സന്തോഷമല്ലേ ഞാനീ കാണിക്കുന്നു, നീ നല്ലോണം പഠിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി നിൽക്കും. എന്നിട്ട് നീ MBBS ഒക്കെ എടുത്തിട്ട് ഈ ഡീലൊക്കെ കഴിഞ്ഞിട്ട് നീ സ്വയം ഇവിടുന്ന് പോകണം, അപ്പോഴാണ് എനിക്ക് മനഃശാന്തി കിട്ടുള്ളൂ, എനിക്ക് നല്ലോണം ഹാപ്പി ആവുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നന്ദ മനസ്സിലിങ്ങനെ വിചാരിക്കും, എടി മണ്ടി, ആ ഡീല് ഞാനും ഗൗതം സാറും പിന്മാറിയടി വിവരദോഷി, നിൻ്റെ കാത്തിരിപ്പ് വെറും വേസ്റ്റാ എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കി, എന്താടി ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ടൂർ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചോ ചോദിക്കും. അപ്പം നന്ദ പറയും, 2 ദിവസമല്ലേ, പിങ്കിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ, അങ്ങോട്ട് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പിങ്കി പറയും, നീയില്ലാത്ത വെറും 2 ദിവസം സ്വാതന്ത്ര്യം തന്നെ, പക്ഷെ നീ ഡോക്ടറായി പോയാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഹാപ്പിയാണ്. 2 ദിവസം എന്തായാലും ഞാൻ ഈ 2 ദിവസം എന്തായാലും വേസ്റ്റാക്കി കളയില്ല, നല്ലോണം ഇതാക്കും പറയും. അപ്പം അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ പോവും. എന്നിട്ട് നന്ദ മനസ്സിലിങ്ങനെ കരുതും, എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. ഗൗതം നന്ദയും റൂമിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം നന്ദ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും, ഹും ഹും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ഗൗതത്തിനെ നോക്കും. അപ്പോൾ ഗൗതം ഇങ്ങനെ പാവം പോലെ ഇരിക്കും. എന്നിട്ട് നന്ദ പറയും, അപ്പം ഞാൻ അരികിലില്ലാത്തപ്പോൾ എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഗൗതം, ഓക്കെ ടീച്ചർ. അപ്പോൾ നന്ദ ചോദിക്കും, ഇല്ലെങ്കിൽ ചോദിക്കും. അപ്പോൾ പറയും ഗൗതം പറയും, ചൂരൽ കഷായം. എന്നിട്ട് പിന്നെ നന്ദ പറയും, മെഡിസിനൊക്കെ കൃത്യമായി കഴിക്കണം, പിന്നെ അനുസരണയോട് കൂടി ഇവിടെ ഇരിക്കണം, വേണമെങ്കിൽ ഗൗതം സാർ ഓഫീസിൽ തന്നെ ഇരുന്നൊരാ നൈറ്റും ഡേയും ഒക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, അത് നടക്കില്ലല്ലോ എന്ന് പറയും. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, സാറിനെ പിങ്കിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് നന്ദ അങ്ങനെ പറയും. നന്ദ പറയും,
പിങ്കിനെ മൈൻഡ് ചെയ്യരുത്, അവളെ സകല അടവും പയറ്റി എന്നിരിക്കും. വിശ്വാമിത്ര മഹർഷിയെ മനസ്സിൽ ധ്യാനിച്ചിരിക്കണം എന്ന് പറയും. അപ്പോൾ ഗൗതം പറയും, വേണ്ട, അളകനന്ദ എന്ന സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചാലും മതി എന്ന് പറയും. നന്ദ പറയും, പറ്റുമെങ്കിലേ ആ പിങ്കിനെ 2 ദിവസം ലോക്കപ്പിൽ ഇടണം, ജാമ്യം കിട്ടാതെ ഇരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, പക്ഷേ സ്ത്രീ പീഡനം അത് ഇതാവില്ലേ എന്നൊക്കെ നന്ദ പറയും, വേറെന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും പറയും. അപ്പം ഗൗതം ചോദിക്കും, എന്താ എന്നെ ഇത്രയ്ക്ക് വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, ഉണ്ട്, പക്ഷെ ആ പിങ്കിയെ ഇല്ല പറയും. അപ്പോൾ ഗൗതം പറയും, എന്നാലേ എൻ്റെ ഹൃദയം കൊണ്ട് നീ അങ്ങോട്ട് പൊക്കോ, എൻ്റെ ഹൃദയം ഞാൻ നിന്നെ ഏൽപ്പിക്കാന്നൊക്കെ പറയും. അപ്പോൾ നന്ദ പറയും, എങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ ഇവിടെ വെച്ചിട്ട് പോരാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച കാര്യം ആ പിങ്കി അറിയരുത്, അറിഞ്ഞാലേ അവൾ എൻ്റെ കൂടെ വരും, സാറിൻ്റെ ഹൃദയം എൻ്റെ കയ്യിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളിങ്ങനെ ഇരുന്ന് ചിരിക്കും. പിന്നെ കാണിക്കുന്നത് പിങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ മോഹിനി ചെറിയമ്മ ഇങ്ങനെ വരും. എന്നിട്ട് ചോദിക്കും പിങ്കിയോട്, മോൾക്ക് സന്തോഷമായില്ലേ അവൾ ഇവിടുന്ന് പോയേലേ പറയും. അപ്പോൾ പിങ്കി മനസ്സിലിങ്ങനെ ചോദിക്കും, അവൾ 2 ദിവസത്തിന് പോയാലേ എനിക്ക് സന്തോഷമില്ല, അവൾ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പോയാലാണ് എനിക്ക് സന്തോഷമാവുക പറയും. എന്നിട്ട് മോഹിനി ചെറിയമ്മ പറയും, ഹോ, അവൾ ഇവിടുന്ന് പോയപ്പോൾ ഈ ഇന്നീവരത്തിൽ 2 ദിവസം മനസ്സമാധാനവും സമാധാനവും ഒക്കെ കിട്ടും പറയും. എന്നിട്ട് മോഹിനി ചോദിക്കും, അല്ല മോളെന്താ അവൾ ടൂറ് പോകാൻ സമ്മതിച്ചേന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിങ്കി പറയും, ഞാനും ഒരു സ്റ്റുഡൻ്റ് അല്ലേ, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ആരെയും നമ്മൾ മുടക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ മോഹിനി ചെറിയമ്മ പറയും, ഓ, ഇത്ര വിശാല മനസ്കതയുള്ള മോളാണല്ലോ എൻ്റെ പിങ്കി മോള് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പിങ്കി മനസ്സിലിങ്ങനെ ചിരിക്കും. അപ്പോൾ മോഹിനി ചെറിയമ്മ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ പറയും, പിന്നെ വിശാല മനസ്കത, നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്കറിയാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. പിന്നെ മോഹിനി ചെറിയമ്മ ഇങ്ങനെ പറയും, അന്ന് ആ ജാതകത്തിൽ ദോഷമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഗൗതത്തിൻ്റെ ഭാര്യയാവേണ്ട പെണ്ണാണ് പിങ്കി. എന്നാൽ പിന്നെ ഇങ്ങനെ നമ്മുടെ അർജുൻ മോനെ കുറിച്ചിട്ട് ഇങ്ങനെ വേവലാതി പിടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും. ഇനി എന്നേക്കുമായിട്ട് നന്ദ തിരിച്ചു വരുമെങ്കിൽ നിങ്ങളുടെ ആ പഴയ വിവാഹം വീണ്ടും ആലോചിച്ചാലോ എന്നൊക്കെ പറയുമ്പോൾ പിങ്കി പറയും, എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമ്മൾ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ മോഹിനി ചെറിയമ്മ പറയും, എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അതിനിതാവില്ലേ, എന്തായാലും മോള് 2 ദിവസം ഇവിടെ എല്ലാവരെയും കയ്യിലെടുക്കണം, അതേപോലെ തന്നെ ഗൗതത്തിനെയും കയ്യിലെടുക്കണം എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി അമ്മ നന്ദയെ പറഞ്ഞയക്കാവും, അമ്പലത്തിൽ പോയി കുറിയൊക്കെ അണിയിച്ച് രണ്ടാളും ചിരിച്ചിട്ട് ഇതാക്കാവും. പിന്നെ പറയും, കാച്ചിയ പച്ചമരുന്നിട്ട് കാച്ചിയ എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറുപയർ പൊടി വെച്ചിട്ടുണ്ട്, ഇത് തേച്ച് കുളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും, അച്ഛനും ചെറിയമ്മയ്ക്കൊക്കെ. അപ്പം നന്ദ മോഹിനി ചെറിയമ്മ പോയിട്ട് വരട്ടെ പറയും. അപ്പം മോഹിനി ചെറിയമ്മ പറയും, ആ, ഇന്നീവരത്തിലെ പെണ്ണാണെന്നുള്ള ചിന്ത നിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് പറയും. അപ്പം ശരി പറയും നന്ദ. പിന്നെ അച്ഛനോട് പറയും, അച്ഛൻ ഞാൻ പോയി വരട്ടെ പറയും. അപ്പം അച്ഛൻ പറയും, ആ, ഒന്നും പറയുന്നില്ല, എന്തേലും പറഞ്ഞാലേ എൻ്റെ മോൻ എന്നെ ഭിത്തിയിലിട്ടിട്ട് ഒട്ടിക്കും, പോയിട്ട് വാ പറയും. എന്നിട്ട് അമ്മയോട് നന്ദ പറയും, ആ അമ്മ ഒരു കാര്യം പറയാൻ മറന്നു പറയൂട്ടോ. അപ്പം എന്താ പറയും, എന്നെ ഈ വീട്ടിൽ നിന്ന് പോവാനൊക്കെ അനുവാദം ചോദിച്ച പിങ്കിയോട് പറയും, പിങ്കി താങ്ക്സ് എന്ന് പറയും. അപ്പം പിങ്കി പറയും, ഞാനും ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ലേ, എനിക്കറിയാൻ പോവേണ്ടതൊക്കെ, ഇതെൻ്റെ വക ഒരു സമ്മാനമാണ്, ഇതിട്ടിട്ട് പോയാലേ, ഞാൻ ടൂറിനൊക്കെ പോകുമ്പോൾ ഇടുന്ന മാലയാണ്, ഇതിട്ട് പോയാലേ എല്ലാ കാര്യവും സാധ്യമാകുമെന്ന് പറയും. അപ്പം നന്ദ പറയും, ഞാനിവിടുന്ന് 2 ദിവസം പോയി കിട്ടിയതിലുള്ള സമ്മാനമാവില്ലേ പ്രതിഫലം എന്ന് പറയട്ടോ. അതേടി, നീ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് പിങ്കി ഇങ്ങനെ പറയും. എന്നിട്ട് നന്ദ അങ്ങനെ പറയും, നിൻ്റെ ഒരു കാര്യവും നടക്കില്ല മോളെ എന്ന് പറയും. അപ്പോൾ നിൻ്റെ മനസ്സങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പിങ്കി ഇങ്ങനെ പറയും. എന്നിട്ട് നന്ദയ്ക്ക്, ഇതാ നന്ദ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി ബാഗ് എടുത്തിട്ട് കൊടുക്കും, നന്നായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് പിങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. എന്നിട്ട് എന്താ ചെയ്യുക, 2 ദിവസം ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് കയറ്റിപ്പറ്റാൻ എന്താണ് ഇപ്പം ഇതാക്കുക എന്നൊക്കെ ചിന്തിക്കും. അപ്പോഴാവും പിങ്കിയുടെ കൂട്ടുകാരിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ എന്തായാലും പിങ്കിയുടെ കൂട്ടുകാരി പറയും, നിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്തായാലും നടക്കില്ല, പുറത്തേക്ക് വാ, നീ പുറത്ത് ഗൗതം നിൻ്റെ കൂടെ ഒക്കെ ഒന്ന് കറങ്ങാൻ നടക്കുക, അപ്പം എന്തെങ്കിലുമൊക്കെ നോക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ പിങ്കി പറയും, ഗൗതം എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോവില്ല പറയും. പിന്നെ എന്താ ചെയ്യാന്നൊക്കെ
ചോദിക്കും. അപ്പോൾ കൂട്ടുകാരി പറയും അതൊന്നും എനിക്കറിയില്ല, നീ എന്താച്ചാ നിൻ്റെ കാര്യം പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരി ഫോൺ വെക്കും. പിന്നെ കാണിക്കുന്നത് ഉച്ചയ്ക്ക് ഗൗതം വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരും. അപ്പം എന്നിട്ട് അമ്മയോട് പറയും ഇനി അമ്മ ഇതൊന്നും പറ്റില്ല, പ്രൈം മിനിസ്റ്റർ അടുത്ത ആഴ്ച വരികയാണ്, അപ്പം തിരക്കാണ്, എനിക്ക് ഉച്ചയ്ക്ക് ഇങ്ങനെ ഊണ് കഴിക്കാനൊന്നും വരാൻ പറ്റില്ല പറയും. അപ്പം ലക്ഷ്മി പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിൻ്റെ ഇതൊക്കെ മാറണ വരെ നീ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കണം, പുറത്തുനിന്നുള്ള ഫുഡൊന്നും വേണ്ട, പ്രൈം മിനിസ്റ്ററൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ ഗൗതം പറയും ബെസ്റ്റ്, അമ്മയല്ലേ വിളിച്ച് പറയുന്നതെന്നൊക്കെ പറയും. എന്നിട്ട് ലക്ഷ്മി ചോദിക്കും നീ നന്ദമോളെ വിളിച്ചോ ചോദിക്കും. ഇല്ല അമ്മയെ പറയും ഗൗതം. മോനെ ഒന്ന് വിളിക്കടാ, അവൾ ഇങ്ങോട്ടും വിളിച്ചില്ലേ ചോദിക്കും. ഇല്ല അമ്മേ, ഉച്ചയ്ക്ക് പോയിട്ടല്ലേ ഉള്ളൂ, ഞാൻ വിളിച്ചോളാം എന്ന് പറയും. അപ്പോഴാവും അവിടേക്ക് പിങ്കിയും വല്യമ്മയും മോഹിനിച്ചെറിയമ്മയും ഇറങ്ങി വരിക. അപ്പോൾ ഗൗതത്തിനോട് പിങ്കി പറയും ഗൗതം, നീ ടൗണിലേക്കല്ലേ, പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയും. അപ്പോൾ ഗൗതം ചോദിക്കും പിങ്കി എങ്ങോട്ടാ ചോദിക്കും. അപ്പോൾ വല്യമ്മ പറയും അർജുൻ മോൻ്റെ പേപ്പേഴ്സൊക്കെ ഇവിടെ ആർമി ഓഫീസിൽ വന്നിട്ടുണ്ട്, അതൊക്കെ പോയിട്ടൊന്ന് ഒപ്പിട്ട് വാങ്ങണം പറയും. അപ്പോൾ പിങ്കി പറയും അതെ, ഞാനും പോരുന്നുണ്ട്, ഗൗതം എന്തായാലും ആ വഴിക്കല്ലേ പറയും. അപ്പോൾ ഗൗതം പറയും അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ വേണമെങ്കിൽ ടാക്സി അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ പിങ്കി പറയും ഗൗതം ഞാനെങ്ങനെ ഒറ്റയ്ക്ക് ആർമി ഓഫീസിലൊക്കെ പോയിട്ട് പറയും. അപ്പോൾ ഗൗതം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയും അപ്പോൾ ലക്ഷ്മിക്ക് ഇതൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ല. ലക്ഷ്മി ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നിൽക്കുകയും അപ്പോൾ ചെറിയമ്മയും വല്യമ്മയും പറയും മോനൊന്ന് പോയി കൊണ്ടുപോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയും ഇത് കേട്ട് ചെറിയമ്മയ്ക്കൊക്കെ സന്തോഷമാവും. അപ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയും അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുക. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.